നിമിഷപ്രിയയുടെ മോചനത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം ഇതാ കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസകരമായ ഒരു കാര്യമാണ് പുറത്തുവരുന്ന വാർത്ത. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. നാളെ വധശിക്ഷ നടപ്പാക്കാനിരുന്നതാണ്. ഈ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. ഇത് കോടതിയും പ്രോസിക്യൂട്ടറുമായി പ്രത്യേക ചർച്ചകൾ നടത്തിയിരുന്നു. സാമുദായിക നേതാക്കളുമായി ഗോത്രവർഗ തലവന്മാരുമായും ഒക്കെ നടത്തിയ നിരന്തര കൂടിക്കാഴ്ചയുടെയും സമ്മർദ്ദത്തിന്റെയും ഫലമായാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. കുടുംബത്തിന് സാധ്യമായ എല്ലാ സഹായവും തുടക്കം മുതൽ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ധാരണയിലെത്താനുള്ള ശ്രമത്തിലാണ് പിന്തുണയും സഹായവും അതിനാണ് നൽകിയത് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യൻ ഉദ്യോഗസ്ഥർ യമനിലെ ജയിൽ അധികൃതരുമായും പ്രോസിക്യൂട്ടറുമായും നിരന്തരം ഇടപെട്ടതിന്റെ ഫലമായാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചത് എന്നും കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും സംസ്ഥാനത്തു നിന്നുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ചാണ്ടി ഉമ്മനടക്കം കാന്തപുരം അങ്ങനെ സാമുദായിക നേതാക്കൾ, വ്യക്തികൾ, ഇവരുടെയൊക്കെ സംഘടന ആക്ഷൻ കൗൺസിൽ രൂപപ്പെട്ടിരുന്നു. ആ ആക്ഷൻ കൗൺസിലിന്റെ പിന്നിൽ ഇവരുടെയൊക്കെ നിരന്തര സമ്മർദ്ദവും ഇടപെടലും കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ ഒരു ആശ്വാസ വാർത്ത വരുന്നത്. എന്തുകൊണ്ടും കുടുംബത്തിന് ആശ്വസിക്കാവുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ. കോടതി ഇക്കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണ് വേണ്ടത്. ഇവരുടെ നിലപാട് കോടതിയെ കൃത്യമായി തന്നെ അറിയിക്കും എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ സാമൂഹ്യ പ്രവർത്തകനാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. മുഹമ്മദ് ഷഹീദ് തുടരുന്നുണ്ട്. ഷഹീദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ. നിമിഷപ്രിയയ്ക്ക് എപ്പോഴും നാട്ടിലെത്താൻ കഴിയും എന്നതായിരിക്കും ഉറപ്പായും ഈ കുടുംബാംഗങ്ങളുടെയൊക്കെ ചോദ്യം. നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന് സാധ്യമാകും എന്നാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഏറ്റവും ആശങ്കയായി നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ചോദ്യം നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാകുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. കാരണം വധശിക്ഷ നടപ്പായി കഴിഞ്ഞാൽ ഈ ചർച്ചകളൊക്കെ പിന്നെ നിഷ്ഫലമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതായത് തുടർ ചർച്ചകളുടെ എല്ലാം വാതിലുകൾ തുറന്നിടുന്ന രീതിയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കുന്നത് നീട്ടിവെക്കാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കുടുംബം അതിന് അനുമതി നൽകി. അതനുസരിച്ച് കോടതിയും സനയിലെ കോടതിയും അത് അംഗീകാരം നൽകി. അങ്ങനെയെങ്കിൽ നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കില്ല. അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതുവരെ എടുത്ത എല്ലാ ഫലവും നിഷ്ഫലമാവുകയും ചെയ്യും. തുടർ ചർച്ചകൾക്ക് പിന്നെ പ്രസക്തി ഇല്ലാതാവുകയും ചെയ്യും. ആ സാഹചര്യം ഇപ്പോൾ മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത് മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതിന് ഇനി തുടർ ചർച്ചകൾ നടക്കണം. മനസ്സിലാക്കുന്നിടത്തോളം മോചനത്തിലേക്കുള്ള വഴിയിലേക്കാണ്, ആ വഴിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ചർച്ചകൾ എന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ വധശിക്ഷ റദ്ദാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി ഈ ദയാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് മോചനത്തിന് വേണ്ടി കുടുംബം ആവശ്യപ്പെടുന്ന പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. മനസ്സിലാക്കിയിടത്തോളം ഇന്ന് നടന്ന ചർച്ചയിൽ ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ കാര്യവും ചർച്ചയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. പ്രാഥമികമായും ഇക്കാര്യത്തിന് മുൻഗണന നൽകുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് നീക്കിയത് വധശിക്ഷ റദ്ദാക്കുന്ന തീരുമാനത്തിന്റെ. ഇനി ഈ തരത്തിൽ എത്ര പണം നൽകേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടതുണ്ട്. അവരെ കാര്യം അംഗീകരിക്കേണ്ടതുണ്ട്. കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പ് നേരത്തെ ഈ മാപ്പ് നൽകുന്നതിനുണ്ടായിരുന്നു. കുടുംബത്തിന്റെ എതിർപ്പുണ്ട്. ഒപ്പം തന്നെ അവിടെ പല ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ മാപ്പ് നൽകി ഒത്തുതീർപ്പാക്കുന്ന രീതി അവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരസ്പരം അങ്ങനെ ഒരു വൈരം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ആശ്വാസകരമായ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇനി അവർ പ്രതിനിധീകരിക്കുന്ന അവർ ഉൾക്കൊള്ളുന്ന ഈ ഗോത്ര വിഭാഗത്തിന്റെ കൂടി അനുമതിയും സമ്മതവും ഒക്കെ കിട്ടേണ്ടതുണ്ട്. അതിന്റെ തുടർ ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ ചർച്ചകൾ അത് തുടരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി അത് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ചർച്ചയിലൂടെ മാത്രമേ ഇത് ആത്യന്തികമായുള്ളൊരു മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. എപ്പോൾ മോചനം ഉണ്ടാകും, അതിന് എത്ര പണം നൽകേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ തുടർ ചർച്ചയിൽ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. ഏറ്റവും പ്രധാനമായ കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യം, നാളെ നടക്കേണ്ട നിമിഷപ്രിയയുടെ വധശിക്ഷ അത് നടക്കില്ല, അത് നീട്ടിവെച്ചിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആകെ ഉണ്ടായിരിക്കുന്ന ചർച്ചയിൽ വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ ശുഭകരമാണ് എന്ന് വിശ്വസിക്കാനുണ്ടാകുന്ന ഒരു കാരണം. വലിയ സംഭവത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണിതെന്ന് നമുക്കറിയാം. ഒരു വലിയ പ്രോസസ്സാണത്. സാമുദായിക നേതാക്കന്മാരുമായി ഗോത്രവർഗ തലവന്മാരുമായിട്ടൊക്കെ ഇക്കാര്യം ചർച്ച ചെയ്യുക, ഇത്തരമൊരു സംഭവത്തിൽ അങ്ങനെ ഒരു മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ പണം വാങ്ങിക്കൊണ്ട് വിധിയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ രീതികൾ അനുസരിച്ച് അവർ സമ്മതിക്കുന്നതല്ല. പക്ഷെ അതിന് എത്രത്തോളം അവരെ സമ്മർദ്ദം ചെലുത്താൻ കഴിയും എന്നതാണ് ഈ ഘട്ടത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാനവും കേന്ദ്രവുമടക്കം ഇതിന്റെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരടക്കം എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ആശ്വാസകരമായ ആ വാർത്ത ഇതാ ഇന്ന് പുറത്തുവരുന്നു. നാളെ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്.